കർഷകനായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വോട്ടർമാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഒരു കൃഷിക്കാരൻ കൃഷിക്കാരുടെ കാര്യം പറയാം, ഒരു കൃഷിക്കാരൻ വന്ന് നന്നാവും എന്ന് പറയുന്നത് എത്രയോ കൃഷിക്കാരുണ്ട്. DCC പ്രസിഡന്റ് A തങ്കപ്പനാണ് UDFന് വേണ്ടി നെന്മാറ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പ്രചരണം ദിവസങ്ങൾ പിന്നിടുകയാണ്. എന്താണ് മൊത്തത്തിലൊരു വിലയിരുത്തൽ? 100% നല്ല പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായത് ഈ മണ്ഡലം പുനർവിന്യാസത്തിന് ശേഷം LDF മാത്രം വിജയിച്ചൊരു മണ്ഡലമാണ്. ഇത്തവണ നിങ്ങൾക്ക് എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ കഴിയുന്നത്? അതിന് ശേഷം തന്നെ നമ്മൾ പല പാർലമെൻറ്റ് 2 തെരഞ്ഞെടുപ്പിൽ ഒന്നിന് 31,000 വോട്ടാണ് UDF ലീഡ് ഉണ്ടായത്. രണ്ടാമത്തേന് 1,600 2000 താഴെ ലീഡ് ഉണ്ടായത്. ഈ ജനങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അന്നും ചെയ്തതെന്താ? ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള LDF സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ആ വികാരമാണ് വോട്ടിലൂടെ പ്രകടിപ്പിച്ചത്. അത് പ്രത്യേകിച്ച് CPM-ൻ്റെ സാധാരണ പ്രവർത്തകർ ഉൾപ്പെടെ ആ ജനങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അതിനേക്കാൾ എത്രയോ രൂക്ഷമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ തിക്ത അനുഭവം അനുഭവിച്ച ജനങ്ങളിവിടെയുണ്ട്. അവരതുകൊണ്ട് തന്നെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് ഗുണകരമാവും? ഉറപ്പാണ്, ഒരു സംശയമില്ല. അത് 100%. ഈ കഴിഞ്ഞ തവണ CMP ആയിരുന്നു മത്സരിച്ചത്. അതിപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ DCC പ്രസിഡന്റ് തന്നെ മത്സരിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവർത്തകരൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയാണല്ലോ, സ്വാഭാവികമായിട്ടും അതുണ്ടാവും. ഇപ്പോൾ ഈ K ബാബു MLA അദ്ദേഹം ആദ്യം ഒരു അസംതൃപ്തിയൊക്കെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഗുണകരമാവോ? അവരുടെ ഗുണവും നോക്കിയിട്ടല്ല നമ്മൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ഈ നിയോജകമണ്ഡലം UDF-ന് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട്. അത് കേരളത്തിൽ മുഴുവനുണ്ട്, അത് നെന്മാറയിലുണ്ട്. അതുകൊണ്ട് തന്നെ UDF ജയിക്കാൻ സകല സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ BDJS ആണ് മത്സരിക്കുന്നത്. ഈ കാര്യമായ അവരുടെ പ്രചരണ ബോർഡുകളും മറ്റൊന്നുമില്ല. അവരുടെ വോട്ട് എങ്ങോട്ട് പോകും? അത് ഞാനൊന്നും പറയുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എങ്ങോട്ട് എന്നുള്ളത്. ഞാൻ ആർക്കും അത് പ്രവചിക്കാൻ ആളല്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എവിടേക്കാണ് പോയി എന്നുള്ളത്. ഇപ്പോൾ ഈ നെന്മാറ മണ്ഡലം വളരെ വിശാലമായ മണ്ഡലമാണ്. നെല്ലിയാമ്പതി, അതോടൊപ്പം തന്നെ പറമ്പിക്കുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇവിടെ എന്താണ് ജനങ്ങൾക്കൊരു വാഗ്ദാനമായിട്ട് നൽകാനുള്ളത്? ഇവിടെ ധാരാളം ആവശ്യമുണ്ട്. കൃഷിക്കാരുടെ സ്ഥിതി അറിയോ? ദയനീയ അവസ്ഥയാണ് കൃഷിക്കാരുടെ സ്ഥിതി. എന്ന് വെച്ചാൽ നമ്മളറിയോ, ഞാനൊരു കൃഷിക്കാരനാണ്. തിക്ത അനുഭവത്തിലൂടെയാണ് 10 വർഷം മുന്നോട്ട് പോകുന്നത്. എപ്പോഴും കൊയ്ത് കഴിഞ്ഞാലും ഇവിടെ നെൽകൃഷി കൂടുതലുള്ള സ്ഥലമാണ്. മാങ്ങ ഇവിടെയുണ്ട്. മാങ്ങയൊക്കെ ഡൗൺ ആയിരുന്നു, എപ്പോഴാണ് തിരിച്ച് ജീവിച്ചു വരുന്നത് മാങ്ങകൾ. ഇവിടെ വെജിറ്റബിൾ കൃഷി ഏറ്റവും കൂടുതൽ ഇലവഞ്ചേരി, അവർ ബുദ്ധിമുട്ടിലാണ്. അപ്പം മൊത്തമായി കൃഷിക്കാർ ദുഃഖത്തിലാണ്. പിന്നെ പ്രത്യേകിച്ചും കടവും അതുപോലെ വീട്ടിലുള്ള ഭാര്യമാരുടെ ആഭരണമൊക്കെ പണയം വെച്ചിട്ടാണ് കൃഷി ഇടുക. അത് വിളവ് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൈസ കിട്ടുമ്പോഴാണ്. പക്ഷേ ഒരിക്കലും ഈ കേരള ഗവൺമെൻറ് താങ്ങുവില പറയുന്ന സാധനം നെൽകൃഷി കൊടുക്കണില്ല. അത് മുതൽ 8 രൂപ 80 പൈസയായിട്ടുള്ള കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കമ്മിയാക്കി 6 രൂപ 30 കൊണ്ടുവന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണമെന്നാണ് പറയുന്നത്. മൊത്തമായിട്ട് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞു, നെല്ലെടുത്തിട്ടില്ല, നെല്ല് കൊണ്ടുപോയ പൈസയും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാലാകാലത്തിൽ ഈ കൊയ്ത്തുണ്ടാവും, മാങ്ങ സീസൺ ഉണ്ടാവും, വെജിറ്റബിൾ സീസൺ ഉണ്ടാവും എന്നൊക്കെ ഗവൺമെൻറ് മനസ്സിലാക്കി തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ് ഈ കൃഷിക്കാരുടെ ദുരിതത്തിന് കാരണം. ഈ കർഷകരുടെ വിഷയങ്ങൾ കാര്യമായി ഉന്നയിക്കുന്നുണ്ട്. ഉറപ്പ്. ഞാൻ കർഷകനായതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വോട്ടർമാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ഒരു കൃഷിക്കാരുടെ കാര്യം പറയാം, ഒരു കൃഷിക്കാരൻ വന്ന് നന്നാവും എന്ന് പറയുന്നത് എത്രയോ കൃഷിക്കാരുണ്ട്. എനിക്ക് ആ വേദന അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആരും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഉറപ്പായിട്ട് അത് മുൻതൂക്കം കൊടുക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആദ്യമായി ലഭിക്കുന്നു, നെന്മാറ പഞ്ചായത്ത് ഉൾപ്പെടെ ലഭിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ വോട്ടിൽ നിയമസഭയിലും പ്രതിഫലിക്കും. ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തിൻ്റെ അവരുടെ അനുഭവിച്ചിട്ടുള്ള ദുരിതത്തിൻ്റെ ഫലമാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. അത് ഒന്നുകൂടി പഞ്ചായത്ത് ഇലക്ഷൻ എത്ര UDF-ന് അനുകൂലം വോട്ട് ചെയ്തോ അതിനേക്കാൾ ഒരു 20% വോട്ട് ഈ ജനങ്ങൾ തിരിച്ചു ചെയ്യും. എന്നാലും നെന്മാറ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ തവണത്തേക്കാളെല്ലാം തന്നെ വലിയ ആവേശത്തിലുള്ള ഈ പ്രചരണമാണ് പുരോഗമിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.